നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ നമ്മൾ നിർത്തിയതിന്റെ ബാക്കിയായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളും അതുപോലെ ഒരെണ്ണം ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പറയുന്നതായിരിക്കും. അതുകൊണ്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. അതായത് നമ്മുടെ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോർട്ടും സുപ്രീം കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു നാഷണൽ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. സിംഗിൾ ആയിട്ടുള്ള പോയിന്റ്സിലൂടെ ആയിരിക്കും പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. അറിയാൻ വേഗത്ത് മാത്രം നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് വാർഷിക സാമ്പത്തിക പ്രസ്താവന ഒരു പ്രത്യേക വർഷത്തേക്കുള്ള ഗവൺമെന്റിന്റെ കണക്കാക്കിയ വരവുകളുടെയും ചെലവുകളുടെയും ഒരു പ്രസ്താവനയാണ്. According to Article 112 of the Indian Constitution, the annual financial statement is a statement of the estimated receipt and expenditure of the government for a particular year. രണ്ടാമത്തത്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള സാമ്പത്തിക വർഷത്തിനായി ധനമന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഫോർ ദ ഫിസ്ക്കൽ ഇയർ ദാറ്റ് റൺസ് ഫ്രം 1st April to 31st March. Which of the statement are given above is are or correct? മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു പ്രസ്താവനയാണോ അതോ രണ്ട് പ്രസ്താവനയും ശരിയാണോ, ഏതെങ്കിലും തെറ്റാണോ, അതാണ് നമ്മൾ പറയേണ്ടത്. അപ്പം ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും. ഈ രണ്ട് പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. അപ്പൊ ബോത്ത് 1 and 2 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് റിലേറ്റഡ് ഫാക്ട്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം 112 ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ 112 എന്താ പറയുന്നത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് അല്ലെ. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് അതിനകത്ത് പറയുന്നത്? അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 112 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി എസ്റ്റിമേറ്റഡ് റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഫോർ എ പർട്ടിക്കുലർ ഇയർ. അവിടെ നമ്മൾ 112 നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എസ്റ്റിമേറ്റഡ് റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ വരവ് ചെലവുകളെ പറ്റിയിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു വർഷത്തെ, ഒരു പെർട്ടിക്കുലർ ഇയറിലേക്കുള്ള ഒരു പ്രസ്താവനയാണ്. റെസിപ്റ്റും ഉണ്ട്, അതിനകത്ത് എക്സ്പെൻഡിച്ചറും ഉണ്ട്. അത് ആർട്ടിക്കിൾ 112 വ്യക്തമായി പറയുന്നുണ്ട്. സോ ഓപ്ഷൻ 1 ശരിയാണ്. ഇനി നോക്കാം, ഒരു കാര്യം പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആ ഷോൺ ഉണ്ട് 3 പാർട്ട്. നമ്മൾ ഈ വരവും ചെലവും പ്രധാനമായിട്ട് നമ്മൾ 3 രീതിയിലാണ് പറയുന്നത്. ഒന്ന്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 226 ആർട്ടിക്കിൾ 226 പറയുന്നത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ പറ്റിയിട്ടും പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ, രണ്ട് കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 266 പറയുന്നത്. ഇനി വേറൊരു ഫണ്ട് ഉണ്ടല്ലോ, അതാണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത് അല്ലെ. കോണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത് 267 പറയുന്നത്. അപ്പം 3 തരത്തിലുള്ള ഫണ്ട്. ഇത് ഞാൻ നേരത്തെ ഒരു 2 മാസം മുമ്പ് എക്കണോമിക്സിന്റെ നമ്മൾ ഒന്നിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ സെക്ഷനായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. അന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞ ഒരു സെക്ഷനായിരുന്നു ഈ കൺസോളിഡേറ്റഡ് ഫണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അപ്പൊ അത് ഇതുവരെ നോക്കിയിട്ടില്ലാത്തവർ അതുകൊണ്ടൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ആർട്ടിക്കിൾ 226 കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. കണ്ടിജൻസി ഫണ്ടിനെ പറ്റിയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 267. അപ്പൊ അത് നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി ആരാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഫോർ ദ ഫിസ്ക്കൽ ഇയർ ദാറ്റ് റൺസ് ഫ്രം 1st April to 31st March. ആരാ തയ്യാറാക്കുന്നത്? അതായത് ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പ്. അതാണ് ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് തയ്യാറാക്കുന്നത്. എന്ന് മുതൽ എന്ന് വരെ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക ബഡ്ജറ്റിനെ പറ്റിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യൻ ഭരണഘടന ജില്ലാ ജഡ്ജിമാരുടെ നിയമനം സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ പ്രതിഷ്ഠിക്കുന്നു. സംസ്ഥാനത്തെ, അല്ല ഇംഗ്ലീഷിലൂടെ പറയാം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്ലേസസ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ് ഇൻ ദ ഡൊമൈൻ ഓഫ് ദി സ്റ്റേറ്റ്സ്. 2, സംസ്ഥാനത്തെ സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ മേൽ ഹൈക്കോടതികൾ അധികാര പരിധി പ്രയോഗിക്കുന്നു. ഹൈക്കോർട്ട് എക്സസൈസ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ സബോർഡിനേറ്റ് ജുഡീഷ്യറി ഇൻ ദ സ്റ്റേറ്റ്. 3, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളും ബന്ധപ്പെട്ട ഹൈക്കോടതിയും നടത്തുന്ന പ്രക്രിയയിലൂടെയാണ് ജില്ലാ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത്.
district judges are selected through a process conducted by the state public service commissions and the concerned high court. നല്ലൊരു ചോദ്യമാണിത്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായ പ്രസ്താവന? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെന്റുകളിലൂടെ നമുക്ക് ചോദ്യം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ പറ്റണം. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരുന്നത്? ഇന്ത്യൻ ഭരണഘടന, ജില്ലാ ജഡ്ജിമാരുടെ നിയമനം, സംസ്ഥാന അധികാരപരിധി. അതായത് ജില്ലാ ജഡ്ജിമാര് ഡിസ്ട്രിക്റ്റില് ജഡ്ജിമാരെ നിയമിക്കുന്ന സമയത്ത് അവിടെ ആരാണ് നിയമിക്കുന്നത്? സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിലാണ് അത് വരുന്നത്. അതുപോലെ സംസ്ഥാനത്തെ സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ മേൽ ഹൈക്കോടതികൾ അധികാരപരിധി പ്രയോഗിക്കുന്നുണ്ട്. സബോർഡിനേറ്റ് ജുഡീഷ്യറി, അതായത് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി എന്ന് തന്നെ ഓർക്കുക, അവരുടെ മുകളിൽ ആരാണ് അധികാരപരിധി പ്രയോഗിക്കുന്നത്? ഹൈക്കോടതികളാണ്. അതുപോലെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളും ബന്ധപ്പെട്ട ഹൈക്കോടതിയും നടത്തുന്ന പ്രക്രിയയിലൂടെ ആണ് ജില്ലാ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത്. ഇതും സ്റ്റേറ്റ്മെന്റ് വളരെയധികം ശരിയാണ്. ഇനി നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 233 234 എന്തിനെ പറ്റി പറയുന്നത്? അപ്പോയിന്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് ദി സ്റ്റേറ്റ്. അതായത് 233 234 ആർട്ടിക്കിൾ പ്രകാരം എന്ത് പറയുന്നുണ്ട്? ആരെ ആയിരിക്കണം ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതെന്നും അത് ആരുടെ കടമയാണ്? സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിലാണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ 233 234 പറയുന്നുണ്ട്. ഇനി ദ സെലക്ഷൻ പ്രോസസ്, അവരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് നടത്തുന്നത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസും ആൻഡ് ദി കൺസേൺഡ് ഹൈക്കോർട്ടുമായിരിക്കും. അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്ട്രിക്ട് ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസും അതുപോലെ തന്നെ കൺസേൺഡ് ഹൈക്കോർട്ടും ചേർന്നിട്ടായിരിക്കും. സിൻസ് ഹൈക്കോർട്ട് എക്സസൈസ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ സബോർഡിനേറ്റ് ജുഡീഷ്യറി ഇൻ ദ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഈ സബോർഡിനേറ്റ് ജുഡീഷ്യറി, അതായത് ജില്ലാ തലത്തിലുള്ളവരുടെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഹൈക്കോർട്ട് ആയിരിക്കും. ഈ പാനൽ ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സ് ആഫ്റ്റർ ദ എക്സാം ആൻഡ് സെലക്ട് ദം ഫോർ ദി അപ്പോയിന്റ്മെന്റ്. എന്താ ചെയ്യുന്നത്? ഈ ഹൈക്കോർട്ടിലെ ജഡ്ജിമാരുടെ ഒരു പാനൽ ഉണ്ടായിരിക്കും. അവര് എന്ത് ചെയ്യും? ഈ ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്ന ഡിസ്ട്രിക്ട് ജഡ്ജിമാരുടെ നിയമനമല്ലേ, അപ്പൊ അവർക്ക് പ്രത്യേക എക്സാം ഉണ്ട്. അതിന് സെലക്ട് ആയവർക്ക് പ്രത്യേക ഇന്റർവ്യൂ ആ പാനൽ നടത്തിയതിനു ശേഷമായിരിക്കും ഡിസ്ട്രിക്ട് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ all judges of the lower judiciary up to the level of district judge are selected through the provincial civil service exam അല്ലെങ്കിൽ provincial civil service exam അല്ലെങ്കിൽ judicial എക്സാമിലൂടെ ആയിരിക്കും ജുഡീഷ്യറി അപ് ടു ദ ലെവൽ ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്. ഈ ഡിസ്ട്രിക്ട് ജഡ്ജ് വരെയുള്ള ജഡ്ജിമാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? പ്രൊവിൻഷ്യൽ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, അതിൽ കൂടെ ആയിരിക്കും. ഇറ്റ് ഈസ് കോമൺലി റെഫർ ടു ആസ് എ ജുഡീഷ്യൽ സർവീസ് എക്സാം. അതായത് ഈ പ്രൊവിൻഷ്യൽ സിവിൽ സർവീസ് എക്സാമിനെയാണ് നമ്മൾ ജുഡീഷ്യൽ സർവീസ് എക്സാം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 233 234 ആർട്ടിക്കിൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസവും സോഷ്യലിസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? അപ്പൊ ഇത് ചോദിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. നമുക്ക് +1 പഠിക്കാനുള്ളത് കൊണ്ട് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ നോക്കാം. കമ്മ്യൂണിസം വർഗരഹിത സമൂഹമാണ് ലക്ഷ്യമിടുന്നത്. സോഷ്യലിസം സമ്പത്തിന്റെ ന്യായമായ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. കമ്മ്യൂണിസം എയിംസ് ഫോർ ദ ക്ലാസ്ലെസ് സൊസൈറ്റി വൈൽ സോഷ്യലിസം എയിംസ് ഫോർ ദ ഫെയറർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഓപ്ഷൻ ബി, സോഷ്യലിസം ഉൽപാദനത്തിന്റെ സർക്കാർ നിയന്ത്രണത്തിനായി വാദിക്കുമ്പോൾ കമ്മ്യൂണിസം തൊഴിലാളി നിയന്ത്രണത്തിനായി വാദിക്കുന്നു. സോഷ്യലിസം അഡ്വക്കേറ്റ്സ് ഫോർ ഗവൺമെന്റ് കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ വൈൽ കമ്മ്യൂണിസം അഡ്വക്കേറ്റ്സ് ഫോർ വർക്കർ കൺട്രോൾ. ഓപ്ഷൻ സി, സോഷ്യലിസം മിശ്ര സമ്പദ് വ്യവസ്ഥയെ അനുവദിക്കുമ്പോൾ കമ്മ്യൂണിസം ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കമ്മ്യൂണിസം ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് പ്ലാൻഡ് എക്കണോമി വൈൽ സോഷ്യലിസം അലൗസ് ഫോർ എ മിക്സഡ് എക്കണോമി. പിന്നെ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ ഒന്നും തന്നെ ശരിയല്ല. അപ്പൊ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ മുകളിൽ പറഞ്ഞ ഒന്നും തന്നെ കമ്മ്യൂണിസം സോഷ്യലിസത്തിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ കമ്മ്യൂണിസത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ടു അബോളിഷ് സോഷ്യൽ ക്ലാസസ് ആൻഡ് ക്രിയേറ്റ് എ ക്ലാസ്ലെസ് സൊസൈറ്റി. ശരിക്കുള്ള അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് സോഷ്യൽ ക്ലാസസിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കി മാറ്റുക, സൊസൈറ്റിയിലെ ക്ലാസ്സുകളെ. അതുപോലെ ക്ലാസ്ലെസ് സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. വേർ എവരിവൺ ഹാസ് ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് വെൽത്ത്. അതുപോലെ തന്നെ എല്ലാവർക്കും എന്ത് വേണം? റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. വെൽത്ത്, അതായത് ഒരാൾക്ക് മാത്രം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ബാക്കി താഴേക്കിടയിലുള്ളവർക്ക്
എന്താണ് പട്ടിണിയും ദുരിതവും, അങ്ങനെയല്ല, എല്ലാവർക്കും ഒരുപോലെയുള്ള ആക്സസ് ഉണ്ടായിരിക്കണം, വെൽത്ത് ആയാലും റിസോഴ്സസ് ആയാലും. ഇൻ കോൺട്രാസ്റ്റ് സോഷ്യലിസം എയിംസ് ടു ക്രിയേറ്റ് എ fairer distribution of wealth. അല്ലെ, സോഷ്യലിസം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. Where the means of production are owned and controlled collectively, but there may still be some unequal distribution of wealth. അവിടെ ആ സോഷ്യലിസത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ എന്താണ്, ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കമ്മ്യൂണിസത്തിൽ അതത്ര നിലനിൽക്കത്തക്ക രീതിയിലല്ല. അവരെന്താ ചെയ്യുന്നത്, എല്ലാവർക്കും ഈക്വൽ ആക്സസ് റിസോഴ്സസിനും വെൽത്തിലും. അതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ നാഷണൽ പാർക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു സെക്ഷനാണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് ഹെമിസ് നാഷണൽ പാർക്ക് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്. അതാണ് ചോദ്യമായിട്ട് വന്നത്. ഹെമിസ് നാഷണൽ പാർക്കിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ഇറ്റ് ഈസ് ദ ഓൺലി നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് നോർത്ത് ഓഫ് ദി ഹിമാലയ. അതായത് ഹിമാലയയുടെ നോർത്തിലായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്, നോർത്ത് ഓഫ് ഹിമാലയ. അതുപോലെ ഇറ്റ് ലൈസ് ഓൺ ദി ബാങ്ക് ഓഫ് ഇൻഡസ്. ഇൻഡസിന്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദ പാർക്ക് കണ്ടെയ്ൻ മെറ്റൽഡ് ഓർ മോട്ടറബിൾ റോഡ്സ്. ഈ പാർക്കില് മെറ്റൽഡ് അല്ലെങ്കിൽ മോട്ടറബിൾ റോഡ്സ് ഉണ്ട്. അപ്പൊ ഇത് ഹിമാലയത്തിന്റെ നോർത്തിലാണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അവിടെയാണ് ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്പേഴ്സ് ഇട്ടിട്ടില്ല. 1 ഇത് 1 സ്റ്റേറ്റ്മെന്റ്, 2 ഇത് 2 ഇത് 3, 3 സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. അതായത് ഇറ്റ് ഈസ് ദ ഓൺലി നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് നോർത്ത് ഓഫ് ദി ഹിമാലയ. ഹിമാലയയുടെ നോർത്ത് സൈഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള ഒരേ ഒരു നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക്. അതുപോലെ ഇൻഡസ് റിവറിന്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ ഓർക്കേണ്ടത് ഇറ്റ് ഈസ് എ ഹൈ ആൾട്ടിറ്റ്യൂഡ് നാഷണൽ പാർക്ക് ഇൻ ലഡാക്ക്. ലഡാക്കിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക്. ഗ്ലോബലി ഫേമസ് ഫോർ സ്നോ ലെപ്പേർഡ്. സ്നോ ലെപ്പേർഡിന് ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. അതുപോലെ ഹയസ്റ്റ് ഡെൻസിറ്റി നമ്മൾ പറയാറുണ്ട്, ഇറ്റ് ഈസ് ബിലീവ് ടു ഹാവ് എ ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് ദം ഇൻ എനി പ്രൊട്ടക്റ്റഡ് ഏരിയ. ലോകം മൊത്തം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹയസ്റ്റ് ഡെൻസിറ്റിയിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഇറ്റ് ഈസ് ദ ഓൺലി നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് നോർത്ത് ഓഫ് ദി ഹിമാലയ. ഹിമാലയത്തിലെ നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു നാഷണൽ പാർക്കാണ്. ലാർജസ്റ്റ് നോട്ടിഫൈഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ, നോട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അതുപോലെ ആഫ്റ്റർ ദ നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ദ സറൗണ്ടിങ് പ്രൊട്ടക്റ്റഡ്, അതായത് നന്ദാദേവിക്ക് ശേഷമുള്ള ഒരു സറൗണ്ടിങ്സിനെ പോലും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹെമിസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇതിനെ ചുറ്റി പറ്റി പോകുന്ന ഒന്നാണ് ഇൻഡസ് റിവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ, അതായത് ദ പാർക്ക് ഈസ് ബൗണ്ട് ഓൺ ദ നോർത്ത് ബൈ ദ ബാങ്ക് ഓഫ് ഇൻഡസ് റിവർ. നോർത്ത് സൈഡിൽ ചുറ്റി പോകുന്നത് നമ്മുടെ ഇൻഡസ് റിവർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് എന്തിന്റെ തീരത്താണ്, ഇൻഡസ് റിവറിന്റെ തീരത്താണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ എന്തെന്ന് പറയുന്ന സംഭവമില്ല, നമുക്ക് റോഡ്സോ അല്ലെങ്കിൽ മോട്ടറബിൾ ആയിട്ടുള്ളതോ മെറ്റൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് എപ്പോഴും കിട്ടാത്ത ചോദ്യങ്ങൾ, എല്ലായിടത്തും കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ ഇപ്പം ഡിഗ്രി ലെവലുകാർക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ സിലബസ് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് റെയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.